വെൽക്കം ടു സെൻറ്റർ ഓഫ് അക്കൗണ്ട്സ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി KCS ആക്ട് പ്രകാരം പല ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. സെക്ഷൻ 2 സബ്സെക്ഷൻ എ. അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ and having as its members only other societies with similar objects and declared as such by the registrar. അപ്പോൾ ഇവിടെ സെക്ഷൻ 2 സബ്സെക്ഷൻ എയിൽ പറയുന്നത് അപ്പെക്സ് സൊസൈറ്റിയെ കുറിച്ചാണ്. മീൻ ചെയ്യുന്നത് സൊസൈറ്റി ഹാവിങ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതായത് സ്റ്റേറ്റ് മൊത്തത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം. ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി. അപ്പം അപ്പെക്സ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് സൊസൈറ്റികളാണ് ഇതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പെക്സ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റ് സൊസൈറ്റികളാണ് ആയിരിക്കും വിത്ത് സിമിലർ ഒബ്ജക്ട്സ് ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്റ്റർ. അപ്പോൾ സ്റ്റേറ്റ് മൊത്തത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സൊസൈറ്റികൾ, അതുപോലെ തന്നെ മറ്റ് സൊസൈറ്റികളായിരിക്കും ഈ അപ്പെക്സ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ അപ്പെക്സ് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ എ പ്രകാരമാണ് ഇത് നിർവചിച്ചിരിക്കുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ എ പറയുന്നത് അസിസ്റ്റഡ് സൊസൈറ്റിയാണ്. അസിസ്റ്റഡ് സൊസൈറ്റി എന്താണെന്ന് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെൻറ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ, ലോൺ, ഗ്രാൻഡ് ഓർ എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെൻറ് ഓർ ഫ്രം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡിപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെൻറ് അസിസ്റ്റൻസ് ആണ്. ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഗവൺമെൻറ് അസിസ്റ്റൻസിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ, ലോൺ, ഗ്രാൻഡ് ഓർ എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് ഷെയർ ക്യാപിറ്റൽ, ലോണോ ഗ്രാൻഡോ എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങളൊക്കെ അസിസ്റ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സൊസൈറ്റികളാണ് ഈ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞത്. ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്യാരണ്ടി ഉണ്ടാവാം. ഓർ ഫ്രം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെൻറ്, അല്ലെങ്കിൽ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ബോർഡിൽ നിന്ന് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡിപ്പോസിറ്റ്, ലോൺ തിരിച്ചു കൊടുക്കുന്നതിനോ പലിശ അടയ്ക്കുന്നതിനോ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുന്നതിനൊക്കെയുള്ള സഹായം ഗവൺമെൻറ് ചെയ്യുകയോ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റികളെ നമുക്ക് ഇങ്ങനെ എന്ത് പറയാം, അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി ആണ്. സെൻട്രൽ സൊസൈറ്റിയാണ്. മീൻസ് സൊസൈറ്റീസ് ഹാവിങ് ജുറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ഒന്നോ അതിൽ കൂടുതലോ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് നോട്ട് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സെൻട്രൽ സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജുറിസ്ഡിക്ഷൻ ഓവർ വൺ ഓർ മോർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ബട്ട് നോട്ട് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഓക്കെ, ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്റ്റേറ്റ് മൊത്തത്തിലല്ല, ഒന്നോ അതിൽ കൂടുതലോ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണെങ്കിൽ അത് സെൻട്രൽ സൊസൈറ്റിയാണ്. ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റീസ്. ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മറ്റ് സൊസൈറ്റികളാണ്. ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ ഓർ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റോ രജിസ്ട്രാറോ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന മറ്റ് സൊസൈറ്റികളായിരിക്കും ഈ സെൻട്രൽ സൊസൈറ്റിയിലെ മെമ്പേഴ്സായിട്ട് വരുന്നത് എന്ന് പറഞ്ഞു. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ഡിയിലാണ് സെൻട്രൽ സൊസൈറ്റിയെക്കുറിച്ച് പറയുന്നത്. അടുത്ത സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി is registered or deemed to be registered under this act ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ സൊസൈറ്റി എന്ന് മീൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓർ ഡീംഡ് ടു ബി രജിസ്റ്റേർഡ് ആണ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ട് പ്രകാരം, അതായത് സഹകരണ സംഘ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സൊസൈറ്റികളുണ്ട്. അതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ സൊസൈറ്റി എന്നോ മീൻ ചെയ്യുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ എഫ് ആണ്. അടുത്ത സെക്ഷൻ 2 സബ്സെക്ഷൻ ജി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് എ സൊസൈറ്റി ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് for the debt of the society in the event of its being wound up is limited by its bylaw. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ സൊസൈറ്റികൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, അടച്ചു പൂട്ടുന്ന സമയത്ത് ഇതിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റി മീൻസ് സൊസൈറ്റീസ് ഇൻ വിച്ച് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫോർ ദ ഡെപ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഏതെങ്കിലും രീതിയിൽ ബാധ്യതകൾ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ, ഡെപ്റ്റുകൾ കൊടുത്തു തീർക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യുമ്പോഴോ ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്താണ്, ലിമിറ്റഡ് ആണെന്ന് ബൈലോയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സൊസൈറ്റികളെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അത് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ ജി ആണ്. ഓക്കെ,
സെക്ഷൻ 2 സബ്സെക്ഷൻ IA ആണ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. District Cooperative Bank means central society having jurisdiction over one revenue district and having as its members primary agriculture credit societies and urban cooperative bank, and the principal objective which is to raise fund to lend to its members, including nominal or associate members, which exist under this act. Immediately before the commencement of the Kerala Cooperative Societies Amendment Act 2019, and which has ceased to exist after the commencement of said Amendment Act. The District Cooperative Bank എന്ന് പറയുന്നത് മീൻ ചെയ്യുന്ന സെൻട്രൽ സൊസൈറ്റി ആണ്. മീൻസ് എ സെൻട്രൽ സൊസൈറ്റി ഹാവിങ് ജുറിസ്ഡിക്ഷൻ ഓവർ വൺ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ജുറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആയിരിക്കും. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആയിരിക്കും. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ടു ബി റേസ് ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫണ്ട് റേസ് ടു ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്. ഫണ്ട് റേസ് ചെയ്യുന്നു, ആ സൊസൈറ്റിയിൽ മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യുന്നു, വായ്പ നൽകുന്നു, ഇൻക്ലൂഡിങ് നോമിനൽ ഓർ അസോസിയേറ്റഡ് മെമ്പർ. നോമിനൽ മെമ്പർ ആയാലും ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് വിച്ച് എക്സിസ്റ്റ് അണ്ടർ ദിസ് ആക്ട് immediately before the commencement of the Kerala Cooperative Societies Act. അപ്പോൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് മുമ്പേ ഉള്ള സൊസൈറ്റികളൊക്കെ ഉണ്ട്, അല്ലെ അമെൻഡ് ചെയ്തതിന് ശേഷമുള്ളത് സൊസൈറ്റികളെല്ലാം ഈ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് മീൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഹാസ് സീസ്ഡ് ടു എക്സിസ്റ്റ് ആഫ്റ്റർ ദ കമൻസ്മെന്റ് ഓഫ് സെഡ് അമെൻമെന്റ് ആക്ട് ആണ്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ IB ആണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. മീൻസ് എ സൊസൈറ്റി ഹാവിംഗ് മോർ ദാൻ വൺ ഡിസ്ട്രിക്ട് ആസ് ഇറ്റ്സ് and operation and having individuals and other cooperative societies as its members. അപ്പോൾ ഫെഡറൽ സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് മീൻ ചെയ്യുന്നത് സൊസൈറ്റി ഹാവിങ് മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആണ്. ഒരു ഡിസ്ട്രിക്റ്റിൽ കൂടുതലുള്ള, ഒരു ജില്ലയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നുള്ളത് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ആസ് ഇറ്റ്സ് ആൻഡ് ഓപ്പറേഷൻ ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ ആയിരിക്കും ഈ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയാം. അടുത്ത സെക്ഷൻ 2 സബ്സെക്ഷൻ J ആണ് ഫിനാൻസിംഗ് ബാങ്ക്. മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാവിംഗ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് only other cooperative societies and the main object of which is to raise money and lend it to the same to its members ആണ്. അപ്പോൾ ഫിനാൻസിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇതിൻ്റെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഒൺലി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളായിരിക്കും ഈ ഫിനാൻസിംഗ് ബാങ്കിൻ്റെ മെമ്പറായിട്ട് വരുന്നത്. മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റേസ് മണി ആൻഡ് ലെൻഡ് ദ സെയിം ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. സൊസൈറ്റിയിലെ അതേ മെമ്പേഴ്സിന് തന്നെ എന്ത് ചെയ്യുന്നു, ഫണ്ട് റേസ് ചെയ്തുകൊണ്ട് ലോൺ നൽകുകയാണ് ഫിനാൻസിംഗ് ബാങ്കുകൾ ചെയ്യുന്നത്. അതാണ് സെക്ഷൻ 2J ചെയ്യുന്നത്. ഇനി സെക്ഷൻ 2 സബ്സെക്ഷൻ KA കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 2KA കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. മീൻസ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഹാവിംഗ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്, ഇൻക്ലൂഡിംഗ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ഓഫ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് who share continue as nominal or associate members of the Kerala State Cooperative Bank. അപ്പോൾ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് മീൻ ചെയ്യുന്നത് അപ്പെക്സ് സൊസൈറ്റിയാണ്. ആൻഡ് അപ്പെക്സ് സൊസൈറ്റി ഹാവിംഗ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. അപ്പെക്സ് സൊസൈറ്റിയിൽ ഏതൊക്കെ വരുന്നുണ്ട്, പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഇവിടെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൻ്റെ മെമ്പേഴ്സ് ആയിട്ട് വരും. ഇൻക്ലൂഡിങ് ആരൊക്കെയുണ്ട്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് ഉണ്ട് ഓഫ് ദ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിലെ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പേഴ്സ് എല്ലാം ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പേഴ്സാണ്. who share continue as nominal or associate members of the Kerala State Cooperative Bank. The section 2LA and miscellaneous society ഉണ്ട്. Miscellaneous society means such societies as may be prescribed and which accept deposit from their members only, and no deposit shall be accepted from nominal or associate member. Okay, അപ്പോൾ miscellaneous society എന്ന് പറയുന്നത് societies as may be prescribed and which accept deposit from their members. അവരുടെ മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ.
ആൻഡ് നോ ഡിപ്പോസിറ്റ് ഷാൽ ബി ആക്സെപ്റ്റഡ് ഫ്രം നോമിൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിൽ മെമ്പറിൽ നിന്നോ അസോസിയേറ്റ് മെമ്പറിൽ നിന്നോ മിസ്ലേനിയസ് സൊസൈറ്റികൾ എന്ത് ചെയ്യത്തില്ല, ഡിപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആൻഡ് ഷാൾ അണ്ടർടേക്ക് ബിസിനസ് ആക്ടിവിറ്റീസ് ഫോർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് പെർ ദ ബൈലോ. അതായത് ഈ സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം, മിസ്ലേനിയസ് സൊസൈറ്റിയുടെ ബൈലോ പ്രകാരം ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയാണ് ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ആൻഡ് ഷാൾ ഇഷ്യൂ ലോൺസ് ഓൺലി ടു മെമ്പേഴ്സ്. മെമ്പേഴ്സിന് മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ദാറ്റ് നോ അഗ്രികൾച്ചർ ലോൺസ് ഓർ സ്കിമാറ്റിക് ലോൺ, എന്തെങ്കിലും സ്കീം ബേസ്ഡോ അഗ്രികൾച്ചർ ലോണുകളോ നൽകുന്നില്ല. ഷാൾ ബി ഇഷ്യൂഡ് ടു ദ മെമ്പേഴ്സ് എക്സെപ്റ്റ് ദ ലോൺ ഫോർ വെൽഫെയർ ആക്ടിവിറ്റി. ഇവിടെ വെൽഫെയർ ആക്ടിവിറ്റിക്ക് മാത്രമേ ഇവിടെ ലോൺ നൽകുന്നുള്ളൂ. അഗ്രികൾച്ചർ പർപ്പസിനോ മറ്റു കാര്യങ്ങൾക്കോ എന്ത് ചെയ്യുന്നില്ല, മിസ്ലേനിയസ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ നൽകുന്നില്ല. അതെല്ലാം ഉപരി മിസ്ലേനിയസ് സൊസൈറ്റിയിലെ മെമ്പേഴ്സിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ലോൺ നൽകുകയുള്ളൂ. ആ സൊസൈറ്റിയിലെ മെമ്പേഴ്സിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫണ്ട് അവർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ലോൺ നൽകുകയുള്ളൂ. അതുപോലെ തന്നെ അസോസിയേറ്റ് മെമ്പേഴ്സോ നോമിൽ മെമ്പേഴ്സിൽ നിന്നോ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പോസിറ്റ് അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കണം മിസ്ലേനിയസ് സൊസൈറ്റിയിൽ. അടുത്താണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. മീൻസ് എ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ ബാങ്ക്. ഇതിങ്ങനെ പേരിലൊക്കെ ഇത് അറിയുന്നുണ്ടേ. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി, എ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് റൂറൽ ബാങ്ക്. പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ള ചോദ്യങ്ങൾ വരാം. ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു അണ്ടർടേക്ക് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ആണ്. ഇതിൻ്റെ പ്രിൻസിപ്പൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ് ആണ്. അപ്പോൾ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആണ്, കാർഷിക വായ്പകളാണ് നൽകുന്നത്. അതിനുപരി ലോൺസ് ആൻഡ് അഡ്വാൻസ് ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺസ് ആൻഡ് അഡ്വാൻസ് ആണ് നൽകുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ സച്ച് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഷാൾ ബി ദ റേറ്റ് ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആണ്. അപ്പോൾ ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നുള്ള ലോൺസിന് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് റേറ്റ് ഫിക്സഡ് ബൈ ദ രജിസ്ട്രാർ ആണ്. ആൻഡ് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇങ്ങനെ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒന്നുകിൽ വില്ലേജുകളിലോ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റികളോ ഒതുങ്ങി നിൽക്കുന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സെക്ഷൻ 2OB ആണ്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്. ഇവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. മീൻസ് എ സൊസൈറ്റി ഈസ് അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ദ റേസിംഗ് ഓഫ് ഫണ്ട് ടു ബി ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻ ചെയ്യുന്നത് സൊസൈറ്റീസ് അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റിയാണ് ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. വിച്ച് ഹാസ് ഇറ്റ്സ് പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ദ റേസിംഗ് ഓഫ് ഫണ്ട് ടു ബി ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. ഫണ്ട് റേസ് ചെയ്തിട്ട് ഇതിലെ ഈ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് തന്നെയാണ് വായ്പയായിട്ട് നൽകുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ OC ആണ്, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്താണെന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ് സെക്ഷൻ 2OCയിൽ പറയുന്നത്. മീൻസ് എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് എ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിലാണ്, കൺഫൈൻഡ് ടു എ താലൂക്ക്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ടു എ താലൂക്ക്, ഒരു താലൂക്കിലായിരിക്കും അതിൻ്റെ പ്രവർത്തനം. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടൈം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ, ദീർഘകാലയളവിലുള്ള ക്രെഡിറ്റ് അഗ്രികൾച്ചർ ആക്ടിവിറ്റിക്ക് നൽകുകയാണ്, കാർഷിക വായ്പയായി നൽകുന്നു. ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റി, റൂറൽ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റികൾക്ക് ഫണ്ട് ലോൺ നൽകുകയൊക്കെ ചെയ്യുകയാണ് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ 2 സബ്സെക്ഷൻ OD ആണ്, പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് jurisdiction over a revenue district as a whole or over any specified area within such a revenue district and having individual or individuals and other cooperative societies as its members. അപ്പോൾ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി ഹാവിങ് jurisdiction over a revenue district ആണ്. അപ്പം ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആസ് എ ഹോൾ ഓർ ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ വിത്തിൻ സച്ച് എ റവന്യൂ ഡിസ്ട്രിക്റ്റ്. അല്ലെങ്കിൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിൻ്റെ ഏരിയ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ഓവർ എ റവന്യൂ ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ടുള്ള ഏരിയയിൽ എന്ത് ചെയ്തിരിക്കും, നമുക്ക് ഏരിയ ഓഫ് ഓപ്പറേഷൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും. ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽ ഓർ ഇൻഡിവിജ്വൽസ്, വ്യക്തികൾക്കോ
ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് മെമ്പേഴ്സ്. മറ്റ് സഹകരണ സംഘങ്ങൾക്കോ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്കോ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആവാം എന്നുള്ളതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ ODയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.